ഏറെ പ്രിയപ്പെട്ട ഒരു നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. നടൻ സുകുമാരനോടുള്ള സ്നേഹവും ഇതിലടങ്ങിയിട്ടുണ്ട്. ലൂസിഫർ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ, അതിലൂടെ ഒരു മികച്ച ഫിലിം മേക്കറുടെ, ചലച്ചിത്ര സംവിധായകൻ്റെ വരവറിയിക്കുകയും ചെയ്തു പൃഥ്വിരാജ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ എമ്പുരാൻ റിലീസ് ചെയ്തിട്ടത് 5-ാം ദിവസമാണ്. അതിനകം ഇത്രയേറെ വിവാദങ്ങൾക്ക് കാരണമായ ഒരു സിനിമ ഇതുപോലെ മറ്റൊന്ന് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മൾ ചില വ്യക്തികളെപ്പറ്റി ബഹുമുഖ പ്രതിഭകളെന്ന് പറയാറുണ്ട്. പല തലങ്ങളിലും പല മേഖലകളിലും കഴിവ് തെളിയിക്കുന്ന ആളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ആളുകളെക്കുറിച്ചാണ് നമ്മൾ അങ്ങനെ പറയുക. ഇതതുപോലെയാണ്. ബഹുതല ബഹുമുഖ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമ. ഒരു മികച്ച സിനിമയാണോ എമ്പുരാൻ എന്നതിൽ തുടങ്ങി ഇന്ന് പലതരത്തിലുള്ള വിവാദ ശരങ്ങളേറ്റ് അല്ലെങ്കിൽ തർക്കവിഷയങ്ങളിൽപ്പെട്ട് സ്വയം 17 വെട്ടുകളേൽപ്പിച്ച് മുറിവേറ്റ് രക്തം വാർന്നു കിടക്കുകയാണ് നെടുമ്പള്ളി സ്റ്റീഫൻ കം അബ്രാം ഖുറേഷി കം എമ്പുരാൻ. സാധാരണ ഒരു സിനിമ റിലീസ് ചെയ്താൽ അത് നല്ല സിനിമയാണോ, കൊള്ളാമോ, കാണാൻ പറ്റിയതാണോ, അതാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുക. പിന്നീട് കലാമൂല്യമൊക്കെ പിന്നീടായിരിക്കും പലപ്പോഴും നമ്മൾ പരിഗണിക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പക്ഷേ എമ്പുരാൻ്റെ കാര്യത്തിൽ ആദ്യത്തെ ദിവസം പ്രധാനപ്പെട്ട ചർച്ച തന്നെയായിരുന്നു. അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളുണ്ടായി. നല്ല സിനിമ, മേക്കിങ്ങിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സാങ്കേതികവിദ്യ, നവീന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ചിത്രീകരണം എന്ന നിലയിൽ അത് മറ്റ് പല മലയാള സിനിമകളെക്കാൾ മുമ്പിൽ അല്ലെങ്കിൽ ഉയരത്തിൽ നിൽക്കുന്നു. ഈ വക അഭിപ്രായങ്ങളൊക്കെ ഒരൊറ്റ ദിവസം, ആദ്യത്തെ ദിവസം മാത്രമാണ് ആ വിഷയം ചർച്ച ചെയ്തത്. പിന്നീട് അതിൻ്റെ കണ്ടൻറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്തത്. അതിൽ ഗുജറാത്ത് കലാപം ചിത്രീകരിച്ചിരിക്കുന്ന രീതി, അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ. 3-ാം ദിവസമാകുമ്പോഴേക്ക് സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളായിരുന്ന മോഹൻലാൽ, ഈ സിനിമയുടെ ഒരു സഹനിർമ്മാതാവും ഒപ്പം തന്നെ പ്രധാന കഥാപാത്രത്തെ അബ്രാം ഖുറേഷിയെ അവതരിപ്പിക്കുന്ന നടനുമായ മോഹൻലാൽ, അദ്ദേഹത്തിനെതിരായിട്ട് സംഘപരിവാറിൻ്റെ ഔദ്യോഗിക മുഖപത്രമായ ഓർഗനൈസർ നിരന്തരം ലേഖനങ്ങൾ എഴുതുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ വിവാദം വളർന്നു വന്നു. അവർ ഈ പൃഥ്വിരാജിനെയും വെറുതെ വിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ രാജ്യവിരുദ്ധ ഉള്ളടക്കമാണ് ഉള്ളത് എന്ന ആക്ഷേപം ഓർഗനൈസർ തന്നെ നിരത്തുകയുണ്ടായി. അങ്ങനെ ഈ 2-ാമത്തെ ദിവസം മുതൽ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള വിവാദ നൂലാമാലകളിൽപ്പെട്ട് ഏറ്റവും അവസാനം 17 കട്ടുകൾ, 17 തിരുത്തുകൾ വരുത്താൻ, അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടോ അല്ല, നിർമ്മാതാക്കൾ സ്വയം തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഏതാണ്ട് 4-ാമത്തെ ദിവസം മോഹൻലാൽ ഈ സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ പേരിൽ, അത് പലരെയും വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ സമസ്താപരാധങ്ങൾ ഏറ്റുപറയേണ്ട അവസ്ഥയുമുണ്ടായി. എമ്പുരാൻ ഒരു നല്ല സിനിമയാണോ എന്ന ചോദ്യം അതവിടെ നിൽക്കട്ടെ. അതിനൊക്കെ അപ്പുറത്ത് വ്യക്തികളും തമ്മിലുള്ള സ്നേഹബന്ധത്തെ, അല്ലെങ്കിൽ വ്യക്തികളും ചില സംഘടനകളും സംവിധാനങ്ങളുമായിട്ടുള്ള അടുപ്പത്തെ, സൗഹൃദത്തെ എല്ലാം ഉലയ്ക്കുന്ന രീതിയിലേക്ക് ഈ സിനിമ വളരുകയുണ്ടായി. അതുപോലെ ചലച്ചിത്ര രംഗത്തും നമ്മുടെ പൊതുസമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഇതേപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ. ദൈവസമാനരായിട്ട് നമ്മൾ കണ്ടിരുന്ന ആളുകളുടെ പ്രതിച്ഛായക്കേറ്റ വലിയ ഉലച്ചിൽ, വലിയ പ്രതിച്ഛായ നഷ്ടം, അതോടൊപ്പം തന്നെ നമ്മുടെ മലയാള സിനിമയെ പാൻ ഇന്ത്യ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള വളരെ സ്വാഗതാർഹമായ ഒരു ശ്രമത്തിന് സംഭവിച്ച തിരിച്ചടി. അങ്ങനെ നാനാ തലങ്ങളിലാണ് ഈ ചിത്രം 5 ദിവസത്തെ പ്രദർശനം കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഈ സിനിമയ്ക്ക് വേണ്ടി 80 കോടി രൂപ ചെലവഴിച്ച ഒരു ഘട്ടത്തിലാണ് അതുവരെ ഉണ്ടായിരുന്ന പ്രധാന നിർമ്മാതാവ് മാറിയിട്ട് ശ്രീ ഗോകുലം ഗോപാലൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാതാവായിട്ട് വരുന്നത്. അദ്ദേഹം നേരത്തെ ഈ സിനിമ നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നീട് എന്തോ കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറി, അല്ലെങ്കിൽ അദ്ദേഹം ഒഴിവായി. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് കടന്നു വരുന്നു. ഈ മാറ്റം മറിച്ചിലുകളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും നമുക്കറിഞ്ഞുകൂടാ. അതൊക്കെ വളരെ സ്വകാര്യമായ കാര്യങ്ങളാണ്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് ഈ സിനിമ
ചില സൗഹൃദ ബന്ധങ്ങളിലുണ്ടാക്കിയ ഉലച്ചിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതിലൊന്ന് മലയാളം ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ വെറും ഒരു നിർമ്മാതാവല്ല, മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ബാല്യകാല സുഹൃത്ത് എന്ന് പറയാവുന്ന ആളാണ്. ഒന്നിച്ച് പഠിച്ചതാണ്, ഒന്നിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ്, ഒന്നിച്ച് സിനിമയിൽ പ്രവേശിക്കുകയും അവരുടേതായ വഴികളിൽ വളരുകയും ചെയ്ത രണ്ടുപേരാണ്. അദ്ദേഹം ഈ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ അസോസിയേഷൻ്റെ പേരിൽ ഇറക്കിയൊരു പ്രസ്താവന, അതായത് മലയാള സിനിമയ്ക്ക് വല്ലാതെ ചിലവ് കൂടുന്നു, നടന്മാരുടെ പ്രതിഫലം നിർമ്മാതാക്കൾക്ക് താങ്ങാവുന്നതിന് അപ്പുറത്തേക്ക് വളരുകയാണ്, ഈ വക കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് അദ്ദേഹം തോന്നുന്നു പറഞ്ഞു. അത് എമ്പുരാൻ്റെ നിർമ്മാതാക്കളെ ചൂടിപ്പിച്ചു. ആശീർവാദ് സിനിമയുടെ പ്രധാന നടത്തിപ്പുകാരനായ ആൻ്റണി പെരുമ്പാവൂർ ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു നിർമ്മാതാവാണ്. അദ്ദേഹം സുരേഷ് കുമാറിനെതിരായിട്ടൊരു പ്രസ്താവനയുമായിട്ട് വരുന്നു. സുരേഷ് കുമാർ അതിന് മറുപടി പറയുന്നു. അത് പല തലത്തിലുള്ള സ്നേഹബന്ധങ്ങളിൽ വലിയ ഉലച്ചിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതങ്ങനെ ഉലച്ചിലുണ്ടാകാൻ കാരണം സുരേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ആൻ്റണി പെരുമ്പാവൂരിനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിന്തുണയ്ക്കുന്നു. പൃഥ്വിരാജ് അത് തന്നെ ചെയ്തു. മറ്റു ചില നടന്മാർ അതിന് പിന്നാലെ വന്നു. ഇത് മലയാള സിനിമാ രംഗത്ത് തന്നെ, അതായത് തന്നെ നിർമ്മാതാക്കളും നടീനടന്മാരും തമ്മിലൊക്കെയുള്ള നല്ല ബന്ധം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മലയാള ചലച്ചിത്ര രംഗം. അവിടെ അവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളിൽ വലിയ ഇടച്ചിലിനും ഇടർച്ചയ്ക്കും കാരണമായി. എനിക്ക് തോന്നുന്നു സുരേഷ് കുമാർ പിന്നീട് മെല്ലെ അങ്ങ് പിന്മാറിയത് കൊണ്ടാണ് അത് വലിയ തോതിലൊരു വിവാദമായിട്ട് വളരാതിരുന്നത് എന്നാണ്. ആദ്യ ദിവസങ്ങളിൽ ഒരു നല്ല ചലച്ചിത്രമാണോ എന്ന ചർച്ചയിൽ ഒതുങ്ങേണ്ട ഒന്നാണ് പിന്നീട് ഉള്ളടക്കത്തിൻ്റെ പേരിൽ അങ്ങ് വഴിമാറി വളരെ ഗുരുതരമായൊരവസ്ഥയിലേക്ക് കടന്നുപോയത്. പറഞ്ഞല്ലോ, ഗുജറാത്ത് കലാപമാണ് ഇവിടെ തർക്കവിഷയമായത്. ഗോദ്ര സംഭവത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാതെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് മാത്രം വിശദീകരിച്ച് പറയുന്നതിലാണ് അല്ലെങ്കിൽ പറഞ്ഞതിലാണ് സംഘപരിവാർ സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ എതിർപ്പുണ്ടായത്. സ്വാഭാവികമായിട്ടും ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള നറേഷൻ അല്ലെങ്കിൽ ഈ സിനിമയിലെ നറേഷൻ, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അത് സംഘപരിവാറിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്ന് പറയാതെ തരമില്ല. നമ്മുടെ ഒരു ചരിത്ര സംഭവത്തെ വസ്തുനിഷ്ഠമായിട്ട് പറയാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ സത്യം കടന്നു വരും. മുഴുവൻ നുണ പറയാൻ പറ്റില്ലല്ലോ. ആ കടന്നു വന്ന സത്യം അതാണ് സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അവരാദ്യം അറ്റാക്ക് ചെയ്തത് മറ്റാരെയുമല്ല, അവരുടെ ഒരു അംബാസഡർ തന്നെയായി അവർ കരുതുന്ന, മോഹൻലാൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ കരുതുന്നുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല, അവരങ്ങനെ കരുതുന്ന മോഹൻലാലിനെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നതിനാണ് സംഘപരിവാർ തയ്യാറായത്. അതുമാത്രമല്ല, ഓർഗനൈസർ എന്ന് പറയുന്ന അവരുടെ മുഖപത്രം, അതിൻ്റെ ഓൺലൈൻ എഡിഷനിൽ ഒന്നിലേറെ ലേഖനങ്ങൾ മോഹൻലാലിന് എതിരായിട്ട് വന്നു. മോഹൻലാൽ നിർമ്മാതാവായി പ്രധാന നടനായി സഹകരിക്കുന്ന ഒരു സിനിമയിൽ അതിൻ്റെ ഉള്ളടക്കം അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള നറേറ്റീവ്സ് സ്വീകരിക്കാൻ RSS അല്ലെങ്കിൽ സംഘപരിവാര സംഘടനകൾ തയ്യാറായില്ല. വാസ്തവത്തിൽ തെരുവിലിട്ട് ആക്രമിക്കുന്നത് പോലെയാണ് മോഹൻലാലിനെ അവർ കൈകാര്യം ചെയ്തത്. ഈ പത്മഭൂഷണും അതുപോലെ തന്നെ ലഫ്റ്റനൻ്റ് കേണൽ പദവിയൊക്കെ നൽകി അദ്ദേഹത്തെ അങ്ങനെ ആദരിച്ചിരുത്തിയിരിക്കുകയായിരുന്നു അവരുടെ സ്വന്തം ആളായിട്ട്. അദ്ദേഹത്തിൽ നിന്ന് ഇതുപോലൊരു അനുഭവം, അതിനെ അവർ ചതിയെന്നാണ് പറഞ്ഞത്. പല സംഘപരിവാര പ്രതിനിധികളും അതിനെ ചതിയെന്നാണ് വിശേഷിപ്പിച്ചത്. അത് അവർക്ക് ഉൾക്കൊള്ളാനായില്ല. അതിൻ്റെ പ്രതിഷേധം പല തലങ്ങളിൽ ഏതൊക്കെ രൂപത്തിലുണ്ടായി എന്നറിയില്ല. നമ്മളീ കാണുന്ന ഓർഗനൈസർ ലേഖനങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാര നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ അതൊന്നും ആയിരിക്കണമെന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ചില അന്വേഷണ ഏജൻസികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ സ്വാഭാവികമായിട്ടും സംഘപരിവാര രംഗത്തിറക്കിയിട്ടുണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ നിർമ്മാതാക്കളും ഇതിലെ അഭിനേതാക്കളും ഒക്കെ ഈ വക ഏജൻസികളുടെയൊക്കെ അന്വേഷണത്തിലൊക്കെ വരാവുന്ന ആളുകളാണല്ലോ. അവരെയൊക്കെ രംഗത്തിറക്കിയിട്ടുണ്ടാവും, ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടാവാം. ഏതായാലും നിർമ്മാതാക്കൾ തന്നെ 17 തിരുത്തുകൾ ഈ സിനിമയ്ക്ക് വരുത്തുന്നതിന് നിർബന്ധിതമായി. മോഹൻലാൽ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഒരു ഖേദപ്രകടനത്തിനും തയ്യാറായി. അത് പൃഥ്വിരാജ്, സുകുമാരനും അതുപോലെ തന്നെ പെരുമ്പാവൂർ ആൻ്റണിയും പങ്കുവയ്ക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനത്തിൽ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ്
പൃഥ്വിരാജ് സുകുമാരനെ ഒറ്റിക്കൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചതിയൻ എന്ന് വിശേഷിപ്പിക്കുന്നതിന് ചില ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായി എന്ന പരാതി വന്നത്. അതിന് കാരണമായത് മേജർ രവി എന്ന് പറയുന്ന ആളിൻ്റെ ഒരു വളരെ നീണ്ട കുറിപ്പാണ്. ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു, ഞാനത് വായിച്ചതാണ്. വളരെ നീണ്ട കുറിപ്പാണ്. അതിൽ അദ്ദേഹം മോഹൻലാലിനെ ഈ വിവാദത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തിയത്. അതായത് ഈ ഗുജറാത്ത് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല, അദ്ദേഹം ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയുന്നില്ല. അദ്ദേഹം അഭിനയിക്കേണ്ട രംഗങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ സിനിമ പൂർത്തിയാവാതെ അദ്ദേഹം ആ സിനിമ കാണാറില്ല. എല്ലാ സിനിമകളും അങ്ങനെ കാണാറ് പോലുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ല, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ രീതിയിൽ ശ്രീ രവി, മേജർ രവി ഒരു കുറിപ്പുമായിട്ട് രംഗത്ത് വരുന്നു. അപ്പോഴാണ് പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ തന്നെ മകൻ്റെ പ്രതിരോധത്തിനായിട്ട് വരുന്നത്. അവരെന്താണ് പറഞ്ഞത്? അവർ വളരെ വികാരത്തോടു കൂടിയാണത് പറയുന്നതായി തോന്നിയത്. കാരണം ഈ സിനിമയിൽ മോഹൻലാലോ ആൻ്റണി പെരുമ്പാവൂരോ അറിയാത്ത ഒരു സീനുമില്ല. അവർക്കറിയാത്ത ഒന്നും ഈ സിനിമയിൽ വന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷം അവ കണ്ട് മോഹൻലാലും പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും എല്ലാവരും ചർച്ച ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളടക്കം ഇതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്തിനാണ് എൻ്റെ മകനെ മാത്രം ഒറ്റുകാരനായി ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ചതിയനാണെന്ന് വിശേഷിപ്പിക്കുന്നത്? അവർ മേജർ രവിക്കെതിരായിട്ടും ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് എന്തെങ്കിലും ലാഭം ഇതുകൊണ്ടുണ്ടാകും. അല്ലെങ്കിൽ എന്തിനാണ് മേജർ രവി ഈ ഒരു കേസിൽ, അല്ലെങ്കിൽ ഈ സിനിമയിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ മോഹൻലാലിനെ രക്ഷിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ വെള്ളപൂച്ചാൻ വേണ്ടി ഇറങ്ങുന്നു എന്നൊരു ചോദ്യം അവർ വരികൾക്കിടയിൽ ഉന്നയിക്കുകയുണ്ടായി. ഇതിനിടയ്ക്ക് മറ്റൊരു വിഷ്വൽ പുറത്തു വന്നു. അത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് റിലീസിന് മുമ്പായിട്ട് പൃഥ്വിരാജ് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ നിന്നുള്ളൊരു ബൈറ്റാ. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ സിനിമയുടെ പൂർണ്ണരൂപം 2 പേരോടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും തിരക്കഥാകൃത്ത് മുരളി ഗോപിക്കറിയാം. അതല്ലാതെ സംവിധായകൻ ചർച്ച ചെയ്ത് 2 പേരോട് മാത്രമാണ്. അതൊന്ന് മോഹൻലാലും മറ്റൊന്ന് ആൻ്റണി പെരുമ്പാവൂരുമാണ്. ദുബായിലുള്ള ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഓഫീസിൽ വെച്ചാണ് ഈ കഥ പറച്ചിൽ നടന്നത് എന്നും പറയുന്നു. 6 മണിക്കൂറോളം ഈ കഥ ഈ 2 പേരോടും പറയാനായിട്ട് ഉപയോഗിച്ചു എന്നാണ് ആ ബൈറ്റ്. അതൊരു പഴയ ബൈറ്റാണ് അതിൽ പൃഥ്വി പറയുന്നത്. ഇതിനർത്ഥം എന്താണ്? ഈ 6 മണിക്കൂർ എടുത്ത് ഈ കഥയുടെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഷോട്ട് ബൈ ഷോട്ട്, സീൻ ബൈ സീനായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ശക്തമായ സിനിമ കൂട്ടുകെട്ട് എന്ന് കരുതിയ പൃഥ്വിരാജ്, മോഹൻലാൽ, അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാലൻ, അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് മുരളി ഗോപി, ആ കൂട്ടുകെട്ട് അതങ്ങനെയാവും. ഇനിയും ഇതിൻ്റെ 3ാമത്തെ ഒരു എഡിഷൻ വരുന്നു. ഇതിന് ലൂസിഫർ ഫ്രാഞ്ചൈസ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു നല്ല സിനിമ ഇനിയും വരാനിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയതാണ്. പക്ഷേ ഇതിൻ്റെ റിലീസിനെ തുടർന്നുണ്ടായ വളരെ നിർഭാഗ്യകരമായ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള സംഭവവികാസങ്ങൾ, പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, നേരിട്ട് കുറ്റം പറയുന്നില്ലെങ്കിലും വളരെ സട്ടിലായിട്ട് ഞാനല്ല, എൻ്റേതല്ല ഉത്തരവാദിത്വം, ഇന്നാളിൻ്റേതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു രീതി, അത് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. മോഹൻലാൽ, പൃഥ്വിരാജ്, ആൻ്റണി, അതുപോലെ തന്നെ മുരളി ഗോപി, ഇപ്പോൾ മലയാള സിനിമാ രംഗത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പേരാണ്, അല്ലെങ്കിൽ ഒരു നാമമാണ് ഗോകുലം ഗോപാലൻ. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധത്തെ, സൗഹൃദത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒന്ന് ഓർക്കണം, പൃഥ്വിരാജിനെതിരായിട്ട് ചില പ്രതികരണങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ, മകനെ ന്യായീകരിക്കാൻ അമ്മയ്ക്ക് തന്നെ ഇറങ്ങേണ്ടി വന്നു. അതൊരു ചെറിയ കാര്യമല്ല. അതുമാത്രമല്ല, പൃഥ്വിയുടെ ഭാര്യയെപ്പോലും, ഞാനവരുടെ പേരിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം അതിൻ്റെ ആവശ്യമില്ല, അവരെ പോലും ഈ വിവാദത്തിലേക്ക് വലിച്ചിടാനുള്ള, അല്ലെങ്കിൽ വലിച്ചിഴയ്ക്കാനുള്ള നിർഭാഗ്യകരമായ നീക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ പല തരത്തിലുള്ള സൗഹൃദങ്ങളെ ഈ സിനിമയുടെ റിലീസിന് ശേഷമുള്ള 5 ദിവസങ്ങൾ ബാധിച്ചു എന്നുള്ളത് മറ്റു സിനിമയ്ക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകത തന്നെയാണ്. എത്ര വലിയ നടനും സംവിധായകനുമാണെങ്കിലും ചില സിനിമകൾ പരാജയപ്പെടും, ചിലത് വലിയ വിജയങ്ങൾ നേടും. പ്രതീക്ഷിക്കാത്ത കൊച്ചു സിനിമകൾ വലിയ നേട്ടങ്ങളുണ്ടാക്കിയ കഥകൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ മലയാളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ വിജയവും പരാജയവും അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. പക്ഷേ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ
മലയാളികൾക്ക് പുറത്തുള്ളവർ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി കാണുന്ന മോഹൻലാലിനെ പോലൊരു വ്യക്തിക്ക് ഇതുപോലൊരു സിനിമ നിർമ്മിച്ചതിൻ്റെ പേരിൽ പറഞ്ഞല്ലോ 4-ാം ദിവസം റിലീസിൻ്റെ 4-ാം ദിവസം അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിച്ച് പിന്മാറേണ്ടി വന്നു. അതുമാത്രമല്ല, അദ്ദേഹം അടങ്ങുന്ന നിർമ്മാതാക്കൾ സ്വയം 17 കട്ടുകൾക്ക് നിർബന്ധിതരായി, സ്വയം 17 തിരുത്തലുകൾ വരുത്താൻ നിർബന്ധിതമായി. മോഹൻലാലിൻ്റെ സിനിമകൾ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും മാത്രമല്ല കാര്യം, പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് ഒരുപക്ഷേ ഈ സിനിമയുടെ ചില പ്രത്യേകതകൾ തന്നെയാണ്. നമ്മളിതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ജാതകം ഒന്ന് വീണ്ടും തയ്യാറാക്കി പരിശോധിക്കണമെന്നാണ് പറയാൻ തോന്നുന്നത്. കാരണം ഒരുപക്ഷെ നക്ഷത്രങ്ങൾ വഴിതിരിഞ്ഞു നിന്നപ്പോഴോ മറ്റോ ആവണം ഈ സിനിമ കൺസീവ് ചെയ്ത്, അല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ സിനിമ വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്നതിനപ്പുറത്ത് അത് ഈ തോതിലുള്ള വിനാശകരം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത്. പൃഥ്വിരാജിനും ഈ സിനിമ കൊണ്ട് ചില നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷേ ഈ സംഘപരിവാരത്തിൻ്റെ ഈ നീക്കത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ മോഹൻലാലിനെ പോലെ അത്ര വിലക്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാലിൻ്റെ ഖേദപ്രകടനം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന, സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു സംവിധായകൻ എന്ന നിലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലൂസിഫർ ഒരു തുടക്കമിട്ടതാണ്, അദ്ദേഹത്തിനൊരു നല്ല പേര് നേടിക്കൊടുത്തതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് സംവിധായകൻ എന്ന നിലയിലുള്ള വളർച്ച ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് ഉള്ളൊരവസരമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഈ വിവാദത്തിൽപ്പെട്ടുപോയി. ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കൊന്നും ആരും ചർച്ച ചെയ്തില്ല. അല്ലെങ്കിൽ ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഒരു ചിത്രം എന്ന നിലയിൽ ഈ പടത്തിന് ഉണ്ടാകാവുന്ന മേന്മ ഉണ്ടെങ്കിൽ അത് ആരും ശ്രദ്ധിക്കാൻ പോയില്ല. അവിടെ അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തുടർച്ച ഈ സിനിമയിലൂടെ കണ്ടെത്താൻ പറ്റുമായിരുന്നു, ഒരു നല്ല സംവിധായകൻ എന്ന നിലയിൽ. പക്ഷെ അതുണ്ടായില്ല. പകരം മറ്റ് പല വിഷയങ്ങളാണ് പ്രാധാന്യം നേടിയത്. ഇനിയിപ്പോൾ 2ാം തവണ എഡിറ്റ് ചെയ്ത് 17 കട്ടുകൾ, സ്വയം ഏൽപ്പിച്ച മുറിവുകൾ പേറി നിൽക്കുന്ന ഒരു സിനിമ, രക്തം വാർന്നൊടുങ്ങുന്ന രീതിയിലാണ് ആ സിനിമ ഇപ്പോൾ കിടക്കുന്നത്. ആ സിനിമ കണ്ടിട്ട് നമുക്ക് പൃഥ്വിരാജിൻ്റെ ഡയറക്ടോറിയൽ എക്സലൻസ് അല്ലെങ്കിൽ ബ്രില്യൻസ് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് സംശയാസ്പദമായ ഒരു കാര്യമാണ്. വിജയ് കഥാനായകനായ മെർസൽ എന്ന് പറയുന്നൊരു തമിഴ് ചിത്രമുണ്ടായിരുന്നു. അതിൽ വളരെ നിശിതമായ വിമർശനങ്ങൾ മോഡി സർക്കാരിനെ കുറിച്ച് ഉണ്ടായിരുന്നു. GST, അതുപോലെ ഡിജിറ്റൽ ഇന്ത്യ മുതലായ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ മോഡി സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ അതിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ BJP വലിയ തോതിലുള്ള പ്രക്ഷോഭമായിട്ട് രംഗത്തിറങ്ങി, തെരുവിലിറങ്ങി ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തു. പക്ഷേ തമിഴ് സിനിമ അത് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. ഈ വിവാദ വിഷയങ്ങൾ സെൻസർ ചെയ്യണമെന്ന് BJP ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഒരു സെൻറ്റിമീറ്റർ ഫിലിം പോലും ആരും സെൻസർ ചെയ്യാൻ തയ്യാറായില്ല. ആ മെർസൽ എന്ന സിനിമ എങ്ങനെ ആദ്യം സെൻസർ ബോർഡ് ക്ലിയർ ചെയ്തോ അതേ രീതിയിൽ തമിഴ്നാട്ടിൽ വൻ വിജയമായിട്ട് ഓടി. BJPയുടെ നിർബന്ധങ്ങൾക്ക്, BJPയുടെ പിടിവാശിക്ക് തമിഴ് സിനിമാ രംഗം അന്ന് വഴങ്ങിക്കൊടുത്തില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. 5 ദിവസം കൊണ്ട് സംഘപരിവാരത്തിൻ്റെ മുമ്പിൽ ഈ സിനിമ കീഴടങ്ങി, എമ്പുരാൻ കീഴടങ്ങി. എമ്പുരാനെക്കുറിച്ച് പൃഥ്വിരാജിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, ഇൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് കിങ്. എമ്പുരാൻ, ആ എമ്പുരാൻ ഈ സംഘപരിവാരത്തിന് മുമ്പിൽ കീഴടങ്ങാൻ 4 ദിവസമേ വേണ്ടി വന്നുള്ളൂ. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഗോദ്രയെപ്പറ്റിയും ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും ധാരാളം സിനിമകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പർസാനിയ, ഫൈനൽ സൊല്യൂഷൻ, ഗോദ്ര, ഫിറാഖ് എന്നിങ്ങനെ പല സിനിമകൾ വന്നു. ഇതിൽ പലതും ഈ സംഘപരിവാർ നറേറ്റീവിനോട് ചേർന്ന് നിൽക്കുന്നത് അല്ല. എന്നിട്ട് പോലും ഇതുപോലെയുള്ളൊരു കലാപം ആ സിനിമകൾക്കെതിരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സംഘപരിവാർ എമ്പുരാനെ കടന്നാക്രമിച്ച് ആ സിനിമയെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. താല്പര്യമുള്ള പല സിനിമകളും വന്നപ്പോൾ സിനിമയായിട്ട് കാണണമെന്ന് പറഞ്ഞവരാ. കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന ചില സിനിമകൾ വന്നപ്പോൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ എമ്പുരാൻ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഹാലിളകി. പക്ഷേ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഈ 17 കട്ടുകൾ ഈ സിനിമയിൽ വന്നു എന്നുള്ളത് കൊണ്ട് ഈ സിനിമ കാണുന്നവർ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്
ഓർക്കാതിരിക്കുമോ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം. ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം വീണ്ടും സംഘപരിവാർ ഉണ്ടാക്കിയ കലാപത്തിലൂടെ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് വളരെ സജീവമായിട്ട് കടന്നു വരിക. അതാണ് വാസ്തവത്തിൽ ഇതുകൊണ്ട് സംഭവിച്ചത്. ഗുജറാത്ത് കലാപം ഉണ്ടായതിനു ശേഷം ജനിച്ച ഒരു തലമുറയുണ്ട്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ജനിച്ചവരുണ്ട്. അവർക്കാർക്കും ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ അവരെല്ലാവരും എന്താണ് ഗുജറാത്തിൽ 2002 സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറന്നുപോയ വിസ്മൃതിയിലായിപ്പോയ ചില കാര്യങ്ങളെ വീണ്ടും സജീവതയിലേക്ക് കൊണ്ടുവരാനാണ് സംഘപരിവാറിൻ്റെ ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ സംഭവിച്ചത്. ഈ മുരളി ഗോപി തന്നെ രചിച്ച ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിലുണ്ടായിരുന്നു. 2016 അത് വന്നതെന്നാണ് ഓർക്കുന്നത്. അത് CPM-ലെ നയവ്യതിയാനത്തെക്കുറിച്ചായിരുന്നു ആ സിനിമ പ്രതിപാദിച്ചത്. അതിൽ കൈതേരി സഹദേവൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ടെങ്കിൽ CPM നേതാവുണ്ട്. അത് പിണറായി വിജയൻ്റെ ഛായയിലാണ്, അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ. ആ സിനിമ കണ്ടാൽ ആരും കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചെറിയ അറിവ് പോലുള്ളവർക്ക് മനസ്സിലാകും കൈതേരി സഹദേവൻ പിണറായി വിജയനാണെന്ന്. അങ്ങനെയാണ് ആ സിനിമ ചിത്രീകരിക്കപ്പെട്ടത്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ കൈതേരി സഹദേവനെ ഒരു സ്ഫോടനത്തിൽ വധിക്കുകയാണ്. ഇത് ആദ്യത്തെ ദിവസം തന്നെ കണ്ടതാണ്. അന്ന് വിചാരിച്ചത് ഇത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ CPM-കാർ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നാണ്. പക്ഷേ അവരവിടെ സമർത്ഥമായിട്ടാണ് ആ സിനിമയെ കൈകാര്യം ചെയ്തത്. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതായിട്ട് അവർ ഭാവിച്ചു പോലുമില്ല. സാധാരണഗതിയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൻ്റെ മുമ്പിൽ കലാപം ഉണ്ടാക്കേണ്ടതാണ്, കല്ലേറ് നടത്തേണ്ടതാണ്, വേണമെങ്കിൽ തീ വെക്കേണ്ടതാണ്. അതിനൊന്നും അവർ പോയില്ല. അവർ നിശബ്ദത പാലിച്ചു. ചിത്രം റിലീസ് ചെയ്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വടക്കൻ മലബാറിലെ തിയേറ്ററുകളിൽ നിന്ന് ആരും അറിയാതെ ആ സിനിമയെ അങ്ങ് പിൻവലിച്ചു. പാർട്ടിയുടെ സമ്മർദ്ദമാണ്, യാതൊരു സംശയവുമില്ല. പല തിയേറ്റർ ഉടമകൾക്ക് വളരെ സ്വകാര്യമായ രീതിയിലുള്ള ഭീഷണി ഉണ്ടായി. അവരത് പരസ്യമായിട്ട് ആ സിനിമയ്ക്കെതിരായിട്ടൊരു നിലപാടെടുക്കാൻ പോയില്ല. സത്യം പറഞ്ഞാൽ ആ സിനിമ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സംഘപരിവാരമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പഠിക്കേണ്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്നത് CPM-ൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയോട് അവരെടുത്ത സമീപനത്തിൽ നിന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കപ്പെട്ടൊരു വിഷയം ഗുജറാത്ത് കലാപമാണ്. ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. എങ്ങനെയാണ് ഗുജറാത്ത് കലാപം സംഭവിച്ചത്? എങ്ങനെയാണ് BJP അത് മുതലെടുത്തത്? ഈ കലാപത്തിൽ BJPയുടെ പങ്കെന്ത് എന്നൊക്കെ ഈ സിനിമ വന്നതോടുകൂടി ആളുകൾ പഠിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങി. നമ്മളിവിടെ പറഞ്ഞത് ഈ സിനിമയുടെ 5 ദിവസത്തെ സ്റ്റാറ്റസ് റിപ്പോർട്ടാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ചെറിയ നേരിയ പ്രകാശ കിരണം കാണുന്നത് നമ്മുടെ മുരളി ഗോപിയാണ്, ഇതിൻ്റെ രചയിതാവ്. അദ്ദേഹം ഇതുവരെ മോഹൻലാലിൻ്റെ ഈ ഖേദപ്രകടനത്തെ പിന്താങ്ങുകയോ എൻഡോഴ്സ് ചെയ്യുകയോ അതിൻ്റെ കീഴിൽ ഒപ്പിടാൻ പോവുകയോ ചെയ്തിട്ടില്ല. അത്രയും നല്ല കാര്യം.